ഇപ്പം ഗോദയുടെ സമയത്താണെങ്കിൽ ആ സമയത്ത് ട്രിവാൻഡ്രം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് അടികപ്പ്യാരെ കൂട്ടമണിയുടെ മിക്സ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിങ്ങനെ സൈഡിലിരിക്കുന്നു, തൊട്ട് പുറകിൽ നീയും ദിബിൽ. അപ്പം ബേസി എന്നോട് പറഞ്ഞിങ്ങനെ ഇതിൽ ഒരു പെൺകുട്ടി ആദ്യമായിട്ട് മോഡേൺ വേഷമിട്ട ഒരു പെൺകുട്ടി ഒരു നാട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാൽക്കാരനായാലും ശരി പത്രക്കാരനായാലും ശരി എല്ലാവരും ഇങ്ങനെ അവരിങ്ങനെ നോക്കുമ്പോൾ ഒരു വാവെന്ന് തോന്നിപ്പിക്കുന്ന ഒരു പാട്ട്. അപ്പം അങ്ങനെ ഒരു പാട്ടുണ്ടാക്കി അതിൻ്റെ കൂടെ ഞാൻ മൈക്കിലൂടെ ഞാൻ വാവുന്നു അങ്ങ് പറഞ്ഞു. സപ്പോസ് വാവുന്നു ആൾക്കാർക്ക് തോന്നിയില്ലെങ്കിൽ നമ്മളായിട്ട് ഇനി ഇത് കേട്ടിട്ട് മറ്റാർക്കും വാവുന്നു പറയാൻ തോന്നിയില്ലെങ്കിലോ എന്ന് ആലോചിച്ചിട്ട് ഞാൻ തന്നെ ഇട്ടു ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ തന്നെ ഓഫ് കോഴ്സ് ആ പാട്ടിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആ വാവ് എന്ന് പറയുന്നത് തന്നെയായിരുന്നു. സേഫ്റ്റിയും നമ്മൾ തന്നെ വാവ് എന്ന് പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വാവെന്ന് പറയാൻ പുറത്തുനിന്ന് ആളുടെ ആവശ്യം. ആ പടം ഇത്രയും ഓർത്തിരിക്കുന്നതിന് ഒരു കാരണം അതിന്റെ ആൽബം തന്നെയാണ്. ഫുൾ ആൽബം, എല്ലാ പാട്ടുകളും എല്ലാം വേറെ വേറെ ജോണറിലേക്ക്. ഗോദയുടെ സോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ ആൽബമാണ്.